പ്രേമയല്ലേ? അതെ സാർ. നിങ്ങൾ കുറച്ചു നാൾ മുമ്പ് ജയിലിൽ കിടന്നിട്ടുണ്ടല്ലേ? കിടത്തിയതാ, കള്ളക്കേസിൽ പെടുത്തി. ആരായിരുന്നു അത് ചെയ്തേ? ഈ നിൽക്കുന്ന ഇവളും റൂബിയും കൂടെ ചേർന്ന്. അപ്പോൾ റൂബിയോട് നിങ്ങൾക്ക് നല്ല ദേഷ്യം ഉണ്ടായിരിക്കും അല്ലേ? പിന്നെ കാണാതിരിക്കുവോ? കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് ചേച്ചി നല്ല സാർ ഇത് ചെയ്തത്. അവര് പറയട്ടെ, ഞാൻ അവരോടല്ലേ ചോദിക്കുന്നേ. എന്റെ പൊന്ന് സാറേ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ തല്ലാനും കൊല്ലാനും ഒക്കെ ഏതൊരു മനുഷ്യനും തോന്നത്തില്ലേ? അതുപോലൊരു തോന്നലേ എന്റെ ഉള്ളിലും ഉണ്ടായിട്ടുള്ളൂ. എന്ന് വെച്ച് ഞാൻ റൂബിയെ തൊട്ടിട്ട് പോലും ഇല്ല. അയ്യോ, അതിനുള്ള കഴിവൊന്നും എനിക്കില്ലേ. പിന്നെ ആരാ അത് ചെയ്തേ? എനിക്കെങ്ങനെ അറിയാം? എന്തായാലും ഞാനല്ല. നിങ്ങളുടെ ഒരു മാല കാണാതെ പോയിട്ടില്ല? പോയിരുന്നു. അത് കിട്ടുകയും ചെയ്തല്ലോ. അത് മോഷ്ടിച്ചതാരാണ് നിങ്ങൾക്കറിയോ? ഇല്ല സർ, അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ല. അതെന്താ പറയാതിരുന്നേ? അത് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ. എനിക്കറിയണം സാറേ, എന്റെ മാല ആരാ കട്ടേന്ന്. ഈ നിൽക്കുന്ന ചന്ദ്രലേഖ. അത് പണയം വെക്കാൻ സഹായിച്ചത് മരിച്ചുപോയ റൂബി. അങ്ങനെ വരട്ടെ. അപ്പൊ ഞാൻ സംശയിച്ചൊന്നും വെറുതെ ആയില്ല. ആ മാലയുടെ പേരിൽ സിദ്ധാർത്ഥ റൂബിയെ ഹരാസ് ചെയ്തിരുന്നു ബാങ്കിൽ വെച്ചല്ലേ? ഒരിക്കലും ഇല്ല സർ. തെറ്റ് കണ്ടപ്പോ അതേക്കുറിച്ച് പറഞ്ഞു. അതെങ്ങനെയാ സർ ഹരാസ്മെന്റ് ആവുന്നത്? എന്തായാലും ഞങ്ങൾ ആ കേസിന്റെ പുറകെ തന്നെ ഉണ്ട്. യഥാർത്ഥ പ്രതിയെ കിട്ടുന്നവരെ ഞങ്ങൾ അന്വേഷിക്കും. ഇപ്പോൾ രക്ഷപ്പെട്ടെന്ന് പലർക്കും തോന്നുന്നുണ്ടാവും. അത് വെറുതെയാ. ഞങ്ങൾ ഇനിയും വരും. നിക്കടി അവിടെ. അപ്പൊ നീയായിരുന്നു എന്റെ മാല കട്ടതല്ലേ? എന്നിട്ട് ഇതുവരെ അത് നിങ്ങളാരും എന്നോട് പറഞ്ഞില്ലല്ലോ. ചേച്ചി മനഃപൂർവ്വം പറയാതിരുന്നതാ. ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടത് കരുതിയിട്ടാ. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ ഇഷ്ടം ഇവളോടല്ലേ? അങ്ങനല്ല ചേച്ചി. പിന്നെ എങ്ങനെയാടാ? കട്ടവളെ കൈയോട് പിടിച്ച് അത് എന്നെ അറിയിക്കണ്ടേ? എങ്കിലല്ലേ എനിക്ക് ഇനിയും സൂക്ഷിക്കാൻ പറ്റൂ. എന്താടി കളി? നീ എന്തൊക്കെ കക്കാനാ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ദൈവമേ, ഇനി ഒരു നുള്ള സ്വർണം പോലും ഞാൻ ഈ വീട്ടിൽ വെക്കില്ല. ഇപ്പോൾ അതൊക്കെ മോട്ടിച്ച് വിറ്റാലോ? ചേച്ചി, ഒരു അബദ്ധം പറ്റി. ദേവി ഇതൊന്ന് ക്ഷമിക്കൂ. ക്ഷമിക്കാനോ? ഇതോ എത്ര പവന്റെ മാലയെ നീ കട്ടേന്നറിയാവോ? അതിന് എത്ര ലക്ഷം രൂപ വില വരുമെന്നറിയാവോ? ഓ, നീ ഇത്രയും വലിയ കള്ളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. മതി അങ്ങനെ വിളിച്ചത്. ഇതിനു മുൻപ് ഒരിക്കൽ പോലും ഞാൻ ആരുടെ ഒന്നും എടുത്തിട്ടില്ല. ഇതെടുത്തത് അതെനിക്ക് കാശിന് ആവശ്യം വന്നതുകൊണ്ട്. കാശിന് ആവശ്യമുണ്ടെങ്കിലേ ചോദിക്കണോടി, അല്ലാതെ വെറുതെ കക്കുവല്ല ചെയ്യേണ്ടത്. ചോദിച്ചാ നിങ്ങളൊക്കെ തരുമോ? എന്നെ ഒരു അന്യായിട്ടല്ലേ നിങ്ങളെല്ലാവരും കാണുന്നത്? അത്യാവശ്യമായിരുന്നു, പെട്ടെന്ന് തന്നെ കൊടുക്കണമായിരുന്നു. പെട്ടെന്നത്തെ ആ തോന്നല് അല്ലാതെ മനഃപൂർവ്വം അല്ല. മനഃപൂർവ്വം ആണെങ്കിലും അല്ലെങ്കിലും നീ അത് കട്ടില്ലേ? എന്താ സിദ്ധു ഞാൻ ഈ കേൾക്കുന്നത്? ഇങ്ങനെയുള്ള ഒരുത്തിയാണല്ലോ നിന്റെ തലയിൽ വന്ന് വീണത്. ഞാൻ കാല് പിടിക്കും. ദേവി ഇതെന്നെ ഇനി ആ പേരും പറഞ്ഞ് നാണം കെടുത്തരുത്. മോളകത്തേക്ക് വയ്ക്കുക. പ്രേമയെ പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിച്ചോളാം. എന്നാലും നിങ്ങൾ ആരും എന്നോട് ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞാൻ നിങ്ങളെ കുറിച്ചൊന്നും ഇങ്ങനെയല്ല കരുതിയിരുന്നത്. എന്റെ ചേച്ചി, നാണം കെടുത്താവുന്നതിന്റെ പരമാവധി ഞങ്ങൾ നാണം കെടുത്തി കഴിഞ്ഞു. ഇനി ചേച്ചിയായിട്ടത് ചെയ്യണ്ട. അവൾക്കത് സഹിക്കാൻ പറ്റത്തില്ല. മനുഷ്യനല്ലേ, എത്രയാന്ന് വെച്ച് സഹിക്കും. അത് വിട്, ആ അധ്യായം കഴിഞ്ഞു. അത് നിങ്ങൾക്കൊക്കെ ഞാനൊന്നും അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാരും കൂടെ എന്നെ പൊട്ടയാക്കുമായിരുന്നു. കാണിച്ചാരല്ലോ തിന്നെ. ഇത് ഉടൻ കൊണ്ടൊന്നും തീരില്ല കുഞ്ഞളിയ. ഇനി ചന്ദ്രയുടെ കഷ്ടകാലമാണ്. പ്രേമ ഇത് വെറുതെ വിടാൻ പോകുന്നില്ല. ഒന്ന് നിന്നേടി.
എന്താ നിന്റെ ഉദ്ദേശം? മോഷ്ടാക്കൾക്ക് താമസിക്കാനുള്ള സ്ഥലമല്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കണം. പോയില്ലെങ്കിലും കുറെ കാലമായിട്ട് ഞാൻ സഹിക്കുന്നു. എനിക്കൊരു തെറ്റ് പറ്റി, അത് ഞാൻ സമ്മതിച്ചല്ലോ. പറ്റിയ തെറ്റ് തിരുത്തുകയും ചെയ്തു. മാല എടുത്ത് തന്നോണ്ടേ തെറ്റ് തിരുത്തലൊന്നും ആയില്ലടി. കള്ളിയാ നീ, പേരും കള്ളി. ഇനി നീ കക്കൂ. കക്കണമെങ്കിലേ എനിക്ക് എന്നേ ദാവായിരുന്നു. ഇതുവരെ ഞാനത് ചെയ്തില്ലല്ലോ. ഇപ്പൊ ഞാനത് ചെയ്തത് കാശിന് കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരുന്നു. ഇനി നിനക്ക് കാശിന് ആവശ്യം വരുമല്ലോ, അപ്പൊ നീ പിന്നെ കക്കില്ലേ? ഇല്ല, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിന്നെ എങ്ങനെ വിശ്വസിക്കും? ഞാനേ അതിന് തയ്യാറല്ല. അതെന്റെ വിഷയമല്ല. പിന്നെ ആരുടെ വിഷയടി? തോന്നിവാസം ചെയ്തിട്ട് നിന്ന് ന്യായീകരിക്കുന്നു. വെറുതെ എന്നോട് വഴക്കിന് വരണ്ട. ദേ, നീ ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കണം. അതിന് ഇനി ഒരു മാറ്റവും ഇല്ല. ഓർഡറാണോ? അതെ, ഓർഡറാ. ഓർഡർ ഇടാൻ നിങ്ങൾ ആരാണവോ? എന്റെ ഭർത്താവിന്റെ വീടാ ഇത്. ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? നിന്റെ ഭർത്താവെന്ന് പറയുന്നവനെ എന്റെ സഹോദരനാ. അതുകൊണ്ട് എനിക്കുണ്ട് ഈ വീട്ടിൽ അവകാശം. ഉണ്ടെങ്കിൽ കോടതി കൊണ്ടുപോയി തെളിയിക്ക്. എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനാ എല്ലാവരും ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കൂടി? നിന്റെ കൂടെയൊക്കെ എങ്ങനെ താമസിക്കും? ഇത്രയും കാലം താമസിച്ചില്ലേ? എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലേ, കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല നീ. ഓ, നീ എന്ന് വന്ന് ഈ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങിയതാ ഈ വീടിന്റെ നാശം. അങ്ങനെ ഇവിടെ കിടന്ന് വിളയാവുന്ന നീ വിചാരിക്കണ്ട. സമ്മതിക്കില്ല ഞാൻ. ഈ പ്രേമ ജീവിച്ചിരിക്കുമ്പോ അതിന് ഞാൻ സമ്മതിക്കില്ലടി. കള്ളി, പേരും കള്ളി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല സിത്തു. ഓരോ ദിവസം കഴിയുന്തോറും അകൽച്ച കൂടിക്കൂടിയാ വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ട സമയം കഴിഞ്ഞു. ചന്ദ്രയുടെ കാര്യം അച്ഛൻ ഉദ്ദേശിക്കുന്നു. മനസ്സിലായി. ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞളിയ, ഡിവോഴ്സ് ചെയ്യാൻ എന്താ തടസ്സം? തടസ്സമൊന്നും ഉണ്ടായിട്ടല്ല. കേസ് ഫയൽ ചെയ്യാം. അവൾക്കതിന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അവൾ ഡിഫെൻഡ് ചെയ്യും. ചെയ്തോട്ടെ, അതിനെന്താ? ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അതുപ്രകാരമുള്ള വകുപ്പുകൾ അവൾ ചുമത്തിയ പിന്നെ നമ്മൾ കുറച്ച് പാടുപെടും. അതെങ്ങനെ? അച്ഛാ, നമ്മുടെ ഈ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും ഇറങ്ങി പോകേണ്ടി വരും. ഇത് നമ്മുടെ വീടല്ലേ? ആ, ആയിരിക്കാം. പക്ഷേ ആ നിയമത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല.